ഡിയർ സ്റ്റുഡൻസ്, ബിസിനസ് റെഗുലേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇന്ന് നമ്മുടെ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ അനിവാര്യമായിട്ടുള്ള എഗ്രിമെൻ്റ് എന്നതിൻ്റെ ഒരു ഘടകമായിട്ടുള്ള ഓഫർ എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമുക്കറിയാം, ഒരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം. ആ എഗ്രിമെൻറ്റിന് എൻഫോഴ്സിബിലിറ്റി ഉണ്ടായിരിക്കണം. സെക്ഷൻ 2 ഓഫ് എച്ച് നമ്മളോട് പറയുന്നത് ആൻ എഗ്രിമെൻറ്റ് വിച്ച് ഈസ് എൻഫോഴ്സിബിൾ അറ്റ് ലോ ഈസ് കോൺട്രാക്ട്. കാര്യം വ്യക്തമാണ്. എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം, എൻഫോഴ്സിബിലിറ്റി ഉണ്ടായിരിക്കണം. Hence, for all contracts, there should have an agreement. The agreement arises by one of the party making an offer and its acceptance by the other party. ഒരു എഗ്രിമെൻ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരു പാർട്ടി അവിടെ ഓഫർ മേക്ക് ചെയ്യണം, അതുപോലെ തന്നെ അതർ പാർട്ടി ആ ഒരു ഓഫർ ആക്സെപ്റ്റ് ചെയ്യണം, അല്ലേ? അങ്ങനെ വരുമ്പോൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ എഗ്രിമെൻ്റ് ക്രിയേറ്റ് ചെയ്തു എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഏതൊരു കോൺട്രാക്റ്റിൻ്റെയും ഫസ്റ്റ് സ്റ്റെപ്പ് അവിടെ ഒരു പാർട്ടി ഓഫർ മേക്ക് ചെയ്യുന്നു, അതർ പാർട്ടി അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് എഗ്രിമെൻ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഇവിടെ എന്താണ് ഓഫർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? According to Indian Contract Act, Section 2 of A, when one person signifies to another his willingness to do or abstain from doing anything with a view to obtaining the assent of that other to such act or abstinence, he is said to make a proposal. എന്താ പറയുന്നത്? സെക്ഷൻ 2 ഓഫ് എ പ്രത്യേകമായിട്ട് കോട്ട് ചെയ്യാം. വെൻ വൺ പേഴ്സൺ സിഗ്നിഫൈസ് ടു അനദർ ഹിസ് വില്ലിംഗ്നെസ് ടു ഡു ഓർ abstain from doing anything with a view to obtaining the assent of that other to such act or abstinence, he is said to make a proposal. ഒരു വ്യക്തി അയാളുടെ വില്ലിങ്നെസ് എന്ത് ചെയ്യാണ്? എക്സ്പ്രസ് ചെയ്യാണ്, അല്ലേ? ഒരു എക്സാമ്പിൾ എടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരാൾക്കൊരു കാറുണ്ട്, അത് വിൽക്കണം, അല്ലേ? ആ 10,000 രൂപയ്ക്ക് എന്ത് ചെയ്യണം? വിൽക്കാൻ വേണ്ടി അയാൾ റെഡിയാണ്. അപ്പോൾ അയാൾ തൊട്ടടുത്തുള്ള അയാളുടെ സുഹൃത്തിനോട് പറയാനെന്ത്? എൻ്റെ കാറ് 10,000 രൂപയ്ക്ക് ഞാൻ വിൽക്കാൻ റെഡിയാണ്, നിനക്ക് തരാൻ റെഡിയാണ്, അല്ലേ? അപ്പോൾ അയാളുടെ ആ ഒരു വില്ലിങ്നെസ് അയാൾ മറ്റൊരാളിനെ അറിയിക്കുമ്പോൾ മാത്രമേ എന്താവുന്നുള്ളൂ? ഓഫർ ആവുന്നുള്ളൂ. ഓക്കെ, അയാളുടെ മൈൻഡിൽ മാത്രം വെച്ചതുകൊണ്ട് എന്താവില്ല? ഓഫറായിട്ട് മാറുന്നില്ല. അപ്പോൾ അവിടെ ആ ഒരു വില്ലിങ്നെസ് എന്ത് ചെയ്യണം? സിഗ്നിഫൈസ് ചെയ്യണം ടു അനദർ. അത് ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം. ആബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് എനിത്തിങ്. അപ്പോൾ ആ ഒരു രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടോ ഉള്ള ആ ഒരു വില്ലിങ്നെസ് അറിയിക്കുന്നു. എന്തുകൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ്? വിത്ത് എ വ്യൂ ടു ഒബ്റ്റെയിനിങ് ദി അസെൻറ്റ് ഓഫ് ദാറ്റ് അതർ പാർട്ടിയുടെ അസെൻറ്റ്, കൺസെൻറ്റ് ലഭിക്കണമെന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ആ ഒരു വില്ലിങ്നെസ് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള ആക്ട് അല്ലെങ്കിൽ ആ ഒരു ആബ്സ്റ്റിനൻസ്, അതിനെ പറഞ്ഞ പേരാണെന്ത്? പ്രപ്പോസൽ എന്ന് പറഞ്ഞത്, അഥവാ ഓഫർ എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ ഓഫർ മേക്ക് ചെയ്യുന്ന ആ ഒരു പാർട്ടിയെ, ഓഫർ മെയ്ഡ് ചെയ്യുന്ന ആ ഒരു പാർട്ടിയെ
പ്രപ്പോസർ എന്നോ ഓഫറർ എന്നോ അല്ലെങ്കിൽ പ്രോമിസർ എന്നോ നമുക്ക് എന്ത് ചെയ്യാം, പേരിൽ പറയാൻ പറ്റും. ഇനി ആർക്കാണോ ആ ഒരു ഓഫർ മെയ്ഡ് ചെയ്യുന്നത്, ടു ഹൂം ഇറ്റ് ഈസ് മെയ്ഡ് ഈസ് കാൾഡ് ഓഫറി. നമ്മളെന്താ വിളിക്കുക, ഓഫറി എന്നാണ് വിളിക്കുക. ഓക്കെ, ഇനി ആ ഓഫറിക്കകത്ത് ആരാണോ അത് ആക്സെപ്റ്റ് ചെയ്യുന്നത്, ദി പേഴ്സൺ ആക്സെപ്റ്റിംഗ് ദി ഓഫർ ഈസ് കാൾഡ് പ്രോമിസി ഓർ ആക്സെപ്റ്റർ. അത് ആ ഒരു ഓഫർ ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾ, അയാളെ പറഞ്ഞ പേരാണെന്ത്, ആക്സെപ്റ്റർ അല്ലെങ്കിൽ പ്രോമിസർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് ഓഫർ. ഇനി ഒരു ഓഫർ മെയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു വാലിഡ് ഓഫർ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരിക്കേണ്ടതായിട്ടുള്ള എസെൻഷ്യൽ എലമെൻറ്റ്സ് എന്തെല്ലാമാണ് എന്ന് നമുക്കൊന്ന് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് ഓഫർ. ഫസ്റ്റ് വൺ, ദി ടേംസ് ഓഫ് ഓഫർ മസ്റ്റ് ബി ഡെഫിനിറ്റ് ആൻഡ് സെർട്ടൻ. നമുക്കറിയാം, ഒരു ഓഫർ നമ്മൾ മെയ്ഡ് ചെയ്യുമ്പോൾ ആ ഓഫറിൻ്റെ ടേംസ് ഡെഫിനിറ്റ് ആയിരിക്കണം, സെർട്ടൺ ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം. അപ്പോൾ എന്തൊരു കാര്യമാണോ ഒരു വ്യക്തി അയാളുടെ വില്ലിങ്നെസ് സിഗ്നിഫൈസ് ചെയ്യുന്നത്, ആ പറയുന്ന കാര്യം സെർട്ടൺ ആയിരിക്കണം, അതുപോലെ തന്നെ പ്രിസൈസ് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം, ഡെഫിനിറ്റ് ആയിരിക്കണം. അവിടെ യാതൊരു രീതിയിലുള്ള ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള, വാഗ്യൂസ് ആയിട്ടുള്ള, കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ടേംസും ഓഫറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാവാനായിട്ട് പാടില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള വാഗ്യൂനെസ് അതിനകത്ത് വരുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയില്ല, ഒരു കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് സ്ഥാപിക്കുക എന്നുള്ളത് സാധ്യമായിട്ടുള്ള കാര്യമല്ല. നമ്മൾ നേരത്തെ വാലിഡ് കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്ത്, കോൺസെൻസസ് അറ്റ് ഐഡം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണം. ഓഫറിനകത്ത് എന്തെങ്കിലും രീതിയിലുള്ള വാഗ്യൂനെസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഇവിടെ കോൺസെൻസസ് അറ്റ് ഐഡം എന്നുള്ളത് അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ് എന്നുള്ളത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് സാധ്യമല്ല. ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരാൾ ഓഫർ ചെയ്യുകയാണെന്ത്, അതർ പാർട്ടിക്ക് ഓഫർ ചെയ്യാണ് 100 tons ഓഫ് ഓയിൽ സപ്ലൈ ചെയ്യാം അല്ലേ. ഇവിടെ എന്ത് ഓയിലാണ് സപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന കാര്യത്തെക്കുറിച്ച് കൊണ്ട് ഓഫറിനകത്ത് പ്രതിപാദിക്കുന്നില്ല. കോക്കനട്ട് ഓയിലാവാം, പാം ഓയിലാവാം, എൻജിൻ ഓയിലാവാം അല്ലേ. ആ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഓയിൽസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇവിടെ എന്തേ ഓഫറിനകത്ത് പറയുന്നുള്ളൂ, ഓയിൽ സപ്ലൈ ചെയ്യാമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, ദാറ്റ് മീൻസ് അവിടെ എന്തുണ്ട്, ഒരു വാഗ്യൂനെസ് ഉണ്ട്, ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ടേം അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഒരിക്കലും എന്താവില്ല, ഒരു വാലിഡ് ഓഫറായിട്ട് മാറുന്നില്ല. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്. ഇറ്റ് ഈസ് ഡെഫിനിറ്റ് ആൻഡ് സെർട്ടൺ ആൻഡ് ക്ലിയർ. ആ ടേംസ് സെർട്ടൺ ആയിരിക്കണം, ഡെഫിനിറ്റ് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം. രണ്ടാമത്തത്, ഓഫർ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദി ഓഫറി. ഇനി ആ ഒരു ഓഫറിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം അല്ലേ. അപ്പോൾ ആ ഒരു ഓഫർ എഫക്റ്റീവായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ അവിടെ ഓഫറിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് എന്താവുന്നത്, അത് എഫക്റ്റീവായിട്ട് മാറുന്നത്. ഇവിടെ കോൺട്രാക്റ്റിംഗ് പാർട്ടി സെയിം മാനറിൽ, സെയിം സെൻസിൽ കാര്യത്തെ മനസ്സിലാക്കണം എന്നുള്ളത് എന്താണ്, ഒരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നിടത്ത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അല്ലേ. ആ ഒരു ഓഫറിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ അവിടെ സെയിം മൈൻഡിൽ എന്ത് ചെയ്യാൻ കഴിയില്ല, അത് ആക്സെപ്റ്റ് ചെയ്യാൻ സാധ്യമല്ല. അതേപോലെ തന്നെ ഓഫറിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തിടത്തോളം കാലം അത് ആക്സെപ്റ്റ് ചെയ്യപ്പെടാൻ കാരണമായിട്ട് വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഓഫർ, അത് ഓഫറിയുമായിട്ട് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൃത്യമായിട്ടുള്ള രീതിയിൽ ഓഫറിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ, അല്ലെങ്കിൽ ഓഫറിയുടെ ആ ഒരു നോളജ് പാർട്ടിലേക്ക് ഈ ഒരു ഓഫർ വരുമ്പോൾ മാത്രമാണ് അതിന് ആക്സെപ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതേപോലെ തന്നെ ലീഗൽ ഒബ്ലിഗേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നത്. അതർവൈസ് അവിടെ എന്തില്ല, ലീഗൽ ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടാനുള്ള ഒരു കാരണമായിട്ട് മാറുന്നില്ല. അതുപോലെ തന്നെ അത് ആക്സെപ്റ്റ് ചെയ്യപ്പെടാനുള്ള ഒരു കാരണമായിട്ട് മാറുന്നില്ല. അപ്പോൾ ഓഫർ
ഓഫറിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ. മൂന്നാമത്തത്, ഓഫർ മസ്റ്റ് ക്രിയേറ്റ് ലീഗൽ ഒബ്ലിഗേഷൻ. ഇനി മൂന്നാമത്തതായിട്ട് വരുന്ന കാര്യമാണെന്ത്? ലീഗൽ ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടണം എന്നുള്ളത്. അഥവാ ഒരു ഓഫർ നമ്മൾ മെയ്ഡ് ചെയ്യുമ്പോൾ അവിടെ നിന്നുണ്ടായിരിക്കാം ലീഗൽ ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ആ ഒരു ഇൻറ്റൻഷൻ കോൺട്രാക്റ്റിംഗ് പാർട്ടിയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ. അപ്പോൾ ഒരു വാലിഡ് ഓഫർ ആവണമെന്നുണ്ടെങ്കിൽ ആ വാലിഡ് ഓഫറിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് അല്ലെങ്കിൽ ഫീച്ചറാണ് യഥാർത്ഥത്തിൽ എന്ത്? ഇറ്റ് മസ്റ്റ് ക്രിയേറ്റ് ലീഗൽ ഒബ്ലിഗേഷൻ എമംഗ് ദി പാർട്ടീസ്. ആ പാർട്ടീസ് തമ്മിലുള്ള ലീഗൽ ഒബ്ലിഗേഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളത്. ഓക്കെ. ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ, ലീഗൽ ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ ആ ഓഫർ കോർട്ട് ഓഫ് ലോയുടെ മുന്നിൽ എന്തല്ല, ഒരു വാലിഡ് ഓഫറായിട്ട് നമുക്ക് പറയാനായിട്ട് സാധ്യമല്ല. ഓക്കെ. അപ്പോൾ അവിടെ ലീഗൽ ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുക എന്നുള്ള ആ ഒരു ഇൻറ്റൻഷനോട് കൂടിയിട്ട് മാത്രമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഒരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഓഫർ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അങ്ങനെ ഓഫറിന് ലീഗൽ ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുക എന്നുള്ള ആ ഒരു ഇൻറ്റൻഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ബ്രീച്ച് സംഭവിക്കുകയാണെങ്കിൽ, ലംഘനം ഉണ്ടാവുകയാണെങ്കിൽ അതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ലീഗൽ ആക്ഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് സാധ്യമാകുന്ന കാര്യമാവണം എന്നില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ ഉണ്ട്. ഒരു ഡിന്നറിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഒരാളിനെ ക്ഷണിക്കുകയാണ്. അപ്പോൾ ഈ ഡിന്നറിന് വേണ്ടിയിട്ട് ക്ഷണിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ്, ഒരു സോഷ്യൽ ഒബ്ലിഗേഷൻ മാത്രമേ അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമുക്ക് എന്തില്ല, ലീഗൽ ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധ്യമല്ല. ദാറ്റ് മീൻസ് അത്തരത്തിലുള്ള ഒരു കാര്യം നമുക്ക് കോർട്ട് ഓഫ് ലോയുടെ മുന്നിൽ കൊണ്ടുപോയിട്ട് കേസായിട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രീതിയിലുള്ള ലീഗൽ ഒബ്ലിഗേഷൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഇൻറ്റൻഷൻ ഇല്ലെങ്കിൽ ഒരു വാലിഡ് കോൺട്രാക്റ്റ്, വാലിഡ് ഓഫർ അവിടെ വരുന്നില്ല എന്നെന്ത് ചെയ്യാം, നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഒരു ഓഫർ മെയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കണം, ലീഗൽ ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ആ ഒരു ഇൻറ്റൻഷൻ അവിടെ ഉണ്ടാവണം എന്നതാണ്. നാലാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത്, ഇൻവിറ്റേഷൻ ടു ആൻ ഓഫർ ഈസ് നോട്ട് ആൻ ഓഫർ. ഇനി ഒരു ഓഫർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടുള്ള ഒരു ഇൻവിറ്റേഷൻ അതൊരിക്കലും എന്താവുന്നില്ല, ഓഫറായിട്ട് മാറുന്നില്ല. എക്സാമ്പിൾസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൊട്ടേഷൻസ്, അതുപോലെ തന്നെ കാറ്റലോഗ്സ്, അഡ്വർടൈസ്മെൻറ്റ്, ടെൻഡർ, പ്രോസ്പെക്ട്സ് ഓഫ് എ കമ്പനി, വിൻഡോ ഡ്രസ്സിങ്, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പല രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത്തരം കാര്യങ്ങളെല്ലാം ഓഫർ മേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻവിറ്റേഷൻ മാത്രമാണ്. ഒരു ഷോപ്പിൻ്റെ മുന്നിൽ കൂടെ പോകുമ്പോൾ ആ ഷോപ്പിൻ്റെ ഫ്രണ്ടിലുള്ള വിൻഡോയിൽ വെച്ചിട്ടുള്ള, ദാറ്റ് മീൻസ് ഗ്ലാസ് ഇട്ടിട്ട് അതിൻ്റെ അകത്ത് വെച്ചിട്ടുള്ള നമ്മൾ ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതായിട്ടുള്ള ഐറ്റംസ്, അത് എന്തിനുള്ളത് മാത്രമാണ്, ഓഫർ മെയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി, അത് കാണുന്ന ആളിനെ അതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഓക്കെ. അല്ലെങ്കിൽ ഒരു പത്രത്തിൽ നൽകിയിട്ടുള്ള പരസ്യം. ഇനി അതല്ലെങ്കിൽ പ്രൊഡക്റ്റുകളുടെ കാറ്റലോഗ്സ്, കൊട്ടേഷൻസ്, ടെൻഡർ, ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓഫർ മെയ്ഡ് ചെയ്യുക എന്നുള്ള ഇൻറ്റൻഷനോട് കൂടിയിട്ടുള്ള ഇൻവിറ്റേഷൻ മാത്രമാണ്. ഓക്കെ. ഇതൊരിക്കലും എന്തല്ല, എ മിയർ ഇൻവിറ്റേഷൻ ടു ഓഫർ ഈസ് നോട്ട് ആൻ ഓഫർ. ഒരു ഇൻവിറ്റേഷൻ മാത്രമാണത്. എന്തല്ല, ഓഫറായിട്ട് നമുക്കതിനെ പരിഗണിക്കാനായിട്ട് സാധ്യമല്ല. ഓക്കെ. അപ്പോൾ അവിടെ കോൺട്രാക്റ്റിംഗ് പാർട്ടിയുടെ അല്ലെങ്കിൽ ആ ഒരു ഓഫർ മേക്ക് ചെയ്യുക എന്നുള്ള ഇൻറ്റൻഷനോട് കൂടിയിട്ടുള്ള ആ ഒരു ഇൻവിറ്റേഷൻ സെൻഡ് ചെയ്യുന്ന പാർട്ടിയുടെ ഇൻറ്റൻഷൻ എന്തുമാത്രമാണ്, ഓഫർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിന് വേണ്ടി അവരെ ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ലീഗൽ ഒബ്ലിഗേഷൻസ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതോ അല്ലെങ്കിൽ അതിന് ആക്സെപ്റ്റൻസ് ഉണ്ടാവണം എന്നുള്ളതോ അല്ലെങ്കിൽ അസെൻറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതോ ഒന്നും അയാൾ എന്ത് ചെയ്യുന്നില്ല, അയാളുടെ ഇൻറ്റൻഷൻ ആയിട്ട് വരുന്നില്ല. ജസ്റ്റ് ആ ഒരു പേഴ്സണെ എന്ത് ചെയ്യുക, ഓഫർ മേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എന്ത് അവിടെ ഇൻറ്റൻഷനായിട്ട് വരുന്നത്. അത്തരത്തിലുള്ള ഇൻവിറ്റേഷൻസ് ഒരിക്കലും എന്തല്ല, ഒരു ഓഫറായിട്ട് നമുക്ക് പറയാനായിട്ട് സാധ്യമല്ല. ഓക്കെ. അഞ്ചാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത്,
സ്പെഷ്യൽ ടേംസ് അറ്റാച്ച്ഡ് ടു ആൻ ഓഫർ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ്. ഇനി ഒരു ഓഫർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും രീതിയിലുള്ള സ്പെഷ്യൽ ടേംസ് വരുന്നുണ്ടെങ്കിൽ, സ്പെഷ്യൽ ടേംസ് ആർ ടു ബി ഇൻക്ലൂഡഡ് ഇൻ എ കോൺട്രാക്ട്. ഇറ്റ് ഈസ് ദി റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ഓഫറർ ടു ബ്രിങ് ദോസ് സ്പെഷ്യൽ ടേംസ് ടു ദി നോളജ് ഓഫ് ദി ഓഫറി. എന്തെങ്കിലും രീതിയിലുള്ള സ്പെഷ്യൽ ടേംസ് അറ്റാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു സ്പെഷ്യൽ ടേംസ് കൃത്യമായിട്ടുള്ള രീതിയിൽ ഓഫറിയുടെ നോളജിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്വമാണ്? ഓഫററുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഓഫറർക്ക് എന്തുണ്ട്? റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്തിനുള്ള റെസ്പോൺസിബിലിറ്റി? എന്തെങ്കിലും രീതിയിലുള്ള സ്പെഷ്യൽ ടേംസ് അറ്റാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഓഫറിയുടെ ആ ഒരു നോളജിലേക്ക് എന്ത് ചെയ്യണം? അതിനെ കൊണ്ടുവന്നിരിക്കണം. ഓക്കെ, ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്താവുന്നില്ല, അതൊരു ബൗണ്ടിങ് ആയിട്ടുള്ള ഒന്നായിട്ട് വരുന്നില്ല. അഥവാ ഓഫർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തെ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നില്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ എന്തുണ്ടായിരിക്കില്ല? ഈ പറയുന്ന ഓഫർക്ക് യാതൊരു രീതിയിലുള്ള ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കുകയില്ല. ഓക്കെ, അപ്പോൾ അവിടെ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഓഫറിക്ക് അതെന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അറിയാനും ഓഫറി അത്തരം കാര്യങ്ങളിൽ ലാബിളായിട്ട് മാറുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളൂ. അങ്ങനെയുള്ള സ്പെഷ്യൽ ടേംസ് വല്ലതുണ്ടെങ്കിൽ അത് പറയുന്നതോട് കൂടിയിട്ട് മാത്രമേ അത്തരം കണ്ടീഷൻസ് പാലിക്കപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഓഫർ ആക്സെപ്റ്റ് ചെയ്യപ്പെടില്ല എന്നുള്ള ആ ഒരു രീതിയിലേക്ക് വരുന്നുള്ളൂ. ഇനി മറ്റൊരു കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു രീതിയിലാണ് അഥവാ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും ഓഫറിയുടെ ഭാഗത്തെന്തല്ല റെസ്പോൺസിബിൾ ആയിട്ട് വരുന്ന കാര്യമല്ല. ഓക്കെ, ആറാമത്തതായിട്ട് പറയുന്നത് ഓഫർ മേ ബി സ്പെസിഫിക് ഓർ general. That is, an offer may be to an individual or to the public at large. When an offer is addressed to a definite person or body of person, it is called a specific offer. ഒരു ഇൻഡിവിജ്വലിനെ അല്ലെങ്കിൽ ഒരു കൂട്ടം ഇൻഡിവിജ്വലിനെ, ഒരു സ്പെസിഫൈഡ് ഗ്രൂപ്പിനെ ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിലും ഒരു സ്പെസിഫിക് ഇൻഡിവിജ്വലിനെ ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിലും അത്തരത്തിലുള്ള ഓഫറിനെ പറഞ്ഞ പേരാണെന്ത്? സ്പെസിഫിക് ഓഫർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സ്പെസിഫൈഡ് ഇൻഡിവിജ്വൽ ആയിരിക്കാം, അല്ലെങ്കിൽ സ്പെസിഫൈഡ് ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആയിരിക്കാം. ഓക്കെ, അത് നമുക്ക് എന്ത് പറയാം? സ്പെസിഫിക് ഓഫർ എന്ന് പറയാം. എന്നാൽ when it is addressed to the whole world, it is a general offer. ഇനി അത് പൊതുവായിട്ട് അങ്ങ് പറഞ്ഞു, സ്പെസിഫൈഡ് ഇൻഡിവിജ്വലും അല്ല, സ്പെസിഫൈഡ് ഗ്രൂപ്പിനെ ഉദ്ദേശിച്ചുകൊണ്ടും അല്ല, ടോട്ടലായിട്ടാണ് ആ ഒരു ഓഫർ മെയ്ഡ് ചെയ്തതെങ്കിൽ അതിനെ പറഞ്ഞ പേരാണെന്ത്? പബ്ലിക് അറ്റ് ലാർജ് ഓർ ജനറൽ ഓഫർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഏഴാമത്തെ പോയിന്റ് നോക്കാം. ഓഫർ മേ ബി എക്സ്പ്രസ്ഡ് ഓർ ഇംപ്ലൈഡ്. Offer may be expressed or implied. An express offer is one which may be made by words spoken or written. Express contract പറഞ്ഞ പോലെ തന്നെ എക്സ്പ്രസ് ഓഫർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് മെയ്ഡ് ബൈ വേർഡ് സ്പോക്കൺ ഓർ റിട്ടൺ. വാക്കാലോ എഴുതപ്പെട്ട രീതിയിലോ ഓഫർ മെയ്ഡ് ചെയ്യുമ്പോൾ അത് നമുക്ക് എന്ത് പറയാം? എക്സ്പ്രസ് ഓഫർ എന്ന് പറയാം. An implied offer is one which may be gathered from the conduct of the party of the circumstances of the case. അപ്പോൾ ഇംപ്ലൈഡ് ഓഫർ ആണെന്നുണ്ടെങ്കിൽ ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് പോലെ തന്നെ എന്താണ് ആ ഒരു ഓഫർ മെയ്ഡ് ചെയ്യുന്നത് ഒരാളുടെ കണ്ടക്റ്റിലൂടെ, ആക്ട് ഓർ ബിഹേവിയർ ഓർ കണ്ടക്റ്റ് ആണ് അവിടെ എന്ത് ചെയ്യപ്പെടുന്നത്, അതിൽ കാരണമായിട്ട് നിദാനമായിട്ട് വരുന്നതെങ്കിൽ അത്തരത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഓഫറിനെ നമുക്ക് എന്തെന്ന് പറയാം? ഇംപ്ലൈഡ് ഓഫർ എന്നും പറയാം. ഓക്കെ, ഒരു എക്സാമ്പിൾ എടുക്കുകയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാൾ എന്ത് ചെയ്യുന്നു, ഒരു ടാക്സി കാറിൽ കയറുകയാണ് അല്ലേ. അവിടെ ആ ഒരു ടാക്സി കാറിൽ കയറുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? ഒരു ഓഫർ വരികയാണ്, ഏതെങ്കിലും സ്ഥലത്തേക്ക് എന്ത് ചെയ്യണം, പോവണം എന്നുള്ളത് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു ആക്റ്റിലൂടെ, കണ്ടക്റ്റിലൂടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ് എന്ത്? ഇംപ്ലൈഡ് ഓഫർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
8th പോയിന്റ് നോക്കാം. ഓഫർ മസ്റ്റ് ബി മെയ്ഡ് ടു ഒബ്റ്റെയിൻ അസെന്റ് ഓഫ് ദി അതർ പാർട്ടി. ഇനി ഒരു ഓഫർ മെയ്ഡ് ചെയ്യുമ്പോൾ അവിടെ പറഞ്ഞത് അതർ പാർട്ടിയെ ലീഗൽ ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ ലീഗൽ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാനുള്ള ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞതുപോലെ തന്നെ അതർ പാർട്ടിയുടെ അസെന്റ് അല്ലെങ്കിൽ കൺസെന്റ് ഒബ്റ്റെയിൻ ചെയ്യുക എന്നുള്ള ഇൻറ്റൻഷനും ഇതിനകത്ത് ഉണ്ടാവണം, ഒരു ഓഫർ മെയ്ഡ് ചെയ്യുന്നിടത്ത് ഉണ്ടായിരിക്കണം. അഥവാ ഈ പറയുന്ന ഒരു ഓഫർ അത് മെയ്ഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? അതർ പാർട്ടി അത് ആക്സെപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അയാളുടെ കൺസെന്റ് അല്ലെങ്കിൽ അസെന്റ് ഇതിന് ലഭിക്കണമെന്നുള്ള ഇൻറ്റൻഷനോട് കൂടിയിട്ടായിരിക്കണം. അവിടെ ഒരിക്കലും എന്താവരുത്, അതർ പാർട്ടിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള യാതൊരു രീതിയിലും അത് പോസിബിൾ ആവാത്ത രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഓഫറായിട്ട് മെയ്ഡ് ചെയ്തുകൊണ്ടെന്നില്ല, അത് വാലിഡ് ഓഫറായിട്ട് മാറ്റാൻ സാധ്യമല്ല. അപ്പോൾ അതർ പാർട്ടിയുടെ ആക്സെപ്റ്റൻസ് അല്ലെങ്കിൽ അസെന്റ് കൺസെന്റ് ലഭിക്കണമെന്നുള്ള ആ ഒരു വ്യക്തമായിട്ടുള്ള ഇൻറ്റൻഷനോട് കൂടിയിട്ട് മാത്രമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഓഫർ മെയ്ഡ് ചെയ്യേണ്ടത്. ഓക്കെ. 9th വൺ, ഓഫർ മേ ബി കണ്ടീഷണൽ. ഇനി ഓഫർ എന്തായിരിക്കാം? കണ്ടീഷണൽ ഓഫർ ആയിരിക്കാം. ആൻ ഓഫർ ക്യാൻ ബി മെയ്ഡ് സബ്ജക്റ്റ് ടു എ കണ്ടീഷൻ. ഇൻ ദാറ്റ് കേസ് ഇറ്റ് ക്യാൻ ബി ആക്സെപ്റ്റഡ് only subject to that condition. The conditional offer lapses when the condition is not accepted. അവിടെ ഓഫർ ഒരു പക്ഷെ എന്തായിരിക്കാം? കണ്ടീഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കാം, അല്ലേ? അങ്ങനെ കണ്ടീഷൻസ് ബേസ് ചെയ്തിട്ടുള്ള ഓഫേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷൻ ആക്സെപ്റ്റ് ചെയ്യപ്പെടുമ്പോഴേ ഓഫർ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഓഫർ ആക്സെപ്റ്റ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യേണ്ടി വരും? ആ ഒരു കണ്ടീഷൻസ് ആക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ആ ഒരു കണ്ടീഷൻസ് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഓഫർ എന്തായിട്ട് മാറാം? അത് ലാപ്സ് ആയിട്ട് മാറാം. പിന്നെ 10th പോയിന്റ് വരുന്നത് എന്താണ്? ഓഫർ ഷുഡ് നോട്ട് കണ്ടെയ്ൻ ദി ടേം ദി നോൺ കംപ്ലയൻസ് വിച്ച് വുഡ് എമൗണ്ട് ടു ആക്സെപ്റ്റൻസ്. ഇനി ഒരു ഓഫറിനകത്ത് എന്തുണ്ടാവാൻ പാടില്ല? ദി നോൺ കംപ്ലയൻസ് വിച്ച് വുഡ് എമൗണ്ട് ടു ആക്സെപ്റ്റൻസ് എന്ന് പറയുന്ന ആ ഒരു ടേം എന്ത് ചെയ്യാൻ പാടില്ല? ഒരിക്കലും അറ്റാച്ച് ചെയ്യാനായിട്ട് പാടില്ല. അഥവാ വൺ cannot say while making the offer that if the offer is not accepted before a certain date will be presumed to have been accepted. അപ്പോൾ ഒരു certain ഡേറ്റിനകത്ത് ടൈമിനകത്ത് ഈ ഒരു ഓഫർ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റൻസ് ആയിട്ട് പരിഗണിക്കുമെന്നുള്ള ആ ഒരു ടേം ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഒരു ഓഫറിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തുകൊണ്ട് പറയാനായിട്ട് പാടില്ല. അവിടെ കൃത്യമായിട്ട് ആ ഒരു ഓഫർ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനുള്ള ആക്സെപ്റ്റൻസ് അതർ പാർട്ടിയുടെ അടുത്ത് നിന്ന് ഉണ്ടാകുമ്പോഴേ എന്താവാൻ പാടുള്ളൂ? എഗ്രിമെൻ്റ് ആയിട്ട് മാറാൻ പാടുള്ളൂ. നേരെ മറിച്ച് നമ്മളൊരു ഒരു ഡേറ്റ് കൊടുത്ത് അല്ലെങ്കിൽ ടൈം കൊടുത്തിട്ട് ആ ടൈമിനകത്ത് ഡേറ്റിനകത്ത് ഇത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, അതിന് റിപ്ലൈ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അത് ഓഫർ ആക്സെപ്റ്റ് ചെയ്തതായിട്ട് പരിഗണിക്കുമെന്ന് പറയുന്ന രീതിയിലുള്ള കണ്ടീഷൻസ് ഒന്നും എന്ത് ചെയ്യരുത്? ഓഫറിൻ്റെ കൂടെ ആഡ് ചെയ്യാനായിട്ട് പാടില്ല. ഇത്രയും 10 കാര്യങ്ങളാണെന്ത് ഒരു ഓഫർ വാലിഡ് ഓഫറായിട്ട് മാറുന്നതിന് വേണ്ടിയിട്ട് പറയുന്ന എസെൻഷ്യൽ പോയിന്റ്സ്. ഓക്കെ, അപ്പോൾ വ്യക്തമായിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ.